ഇപ്പോൾ ഇന്ന് ആറാട്ടുപുഴ പൂരമാണ്. നമ്മളോടൊപ്പം ഉള്ളത് സുരേഷ് കെ ജി സാറാണ്. പുള്ളി DYSP ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പൂരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൂരങ്ങളിൽ പലതരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. എന്നാലും ഏറ്റവും ഇന്നത്തെ യൂത്ത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന, സ്പെഷ്യലി അഡിക്ട്സ് ആയിട്ട് വരുന്ന യൂത്ത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഇൻസിഡൻസ്, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒരുപാട് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ലക്ഷ്യം തന്നെ ഇൻസിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പൂരം ജനങ്ങൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജനകീയമായ രീതിയിൽ പൂരം നടത്തുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ ആയാലും ഇന്നായാലും ഇതിനു മുമ്പ് പൂരം കൊടിയേറിയ 3-ാം തീയതി മുതലായാലും നമ്മൾ തുടർച്ചയായിട്ട് ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു. വളരെ സ്മൂത്തായ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ മേളവും അതുപോലെ തന്നെ തറയ്ക്കൽ പൂരം വളരെ ഭംഗിയായ രീതിയിൽ നടന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അതിൻ്റെ സമാപനത്തിൻ്റെ വെടിക്കെട്ടും ആ രീതിയിൽ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിയമം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള അകലങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും റവന്യൂ അധികാരികളെല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ദേവസ്വം അധികാരികളുടെയും കൂട്ടായ്മയോടുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇന്ന് യൂത്ത്സ് ഒന്ന് കൈകോർത്താൽ ശരിക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മളുടെ ഈ ഇന്ത്യ ഒട്ടാകെയുള്ളൂ? തീർച്ചയായിട്ടും അത് തന്നെ ഉള്ളൂ. പക്ഷേ യൂത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ വേണ്ടത്ര രീതിയിലുള്ള ഒരു ശ്രദ്ധാലുക്കളാകുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? അത് പാരന്റിങ് പ്രോബ്ലംസ് ആണോ അതോ പിയർ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ആണോ? അത് മാത്രമല്ല, അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഒരു മൊത്തം ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം ഒരു പക്ഷേ. പിന്നെ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകാം. അതൊക്കെ ആയിരിക്കാം മിക്കവാറും കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് വേണ്ടത്ര ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ ഇഷ്യൂസിൻ്റെ അവരുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അവർക്കുണ്ടാകുന്നത്, സമൂഹത്തിനുണ്ടാകുന്നത്, മറ്റു സഹജീവികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ചൊക്കെ അറിവില്ലായ്മയും, പിന്നെ അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ് ചെയ്യുന്നത് ശരി എന്നുള്ള ഒരു അബദ്ധധാരണയും. ഈ സാറിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എന്നെ കൊണ്ടുവന്ന്, അതായത് നമുക്ക് തോന്നും അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇവരിത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇവർ പാരൻസ് ഒക്കെ വരുമ്പോൾ? അങ്ങനെ ഏതെങ്കിലും അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഗുരുവായൂർ SCP ആയിരുന്ന സമയത്ത് 2021 കാലഘട്ടത്തിൽ, നിങ്ങളെല്ലാവരും കേട്ടിരിക്കാം ഒരു പക്ഷേ, ആ കോവിഡിനൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 23 വയസ്സുള്ള ഒരു യുവാവ് സ്വന്തം ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും വെട്ടിക്കൊലപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി മംഗലാപുരത്ത് നിന്ന് പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഗ്രാൻഡ് മദറിൻ്റെ തല വെട്ടിയെടുത്ത് ഒരു ഭാഗത്തും ഗ്രാൻഡ് ഫാദറിനെ കുത്തിവീഴ്ത്തിയ നിലയിലായിരുന്നു. അത് വളരെ ഒരു പൈശാചികമായ രീതിയിലുള്ള വളരെ ഇതായിട്ടുള്ളൊരു കൊലപാതകത്തിൻ്റെ സീൻ തന്നെയായിരുന്നു. പിന്നെ അവനെ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചെറുപ്പത്തിലെ കുട്ടി കുറച്ച് ഒരു ഫാമിലി പ്രോബ്ലംസൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തുള്ളൊരു സിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ വെച്ച് ഈ കുട്ടി ഡ്രഗ്സിന് അടിമപ്പെട്ടു പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവൻ്റെ മാനസിക നില തെറ്റുന്ന രീതിയിലേക്ക് എത്തി. പിന്നെ അവന് ആശ്വാസം കൊടുത്തിരുന്നത് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടമുള്ളവർ ഈ 2 പേരായിരുന്നു, അവൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറായിരുന്നു. പക്ഷെ അവരെ തന്നെ അവസാനം അവൻ കൊലക്കത്തിക്ക് ഇരയാക്കി എന്നുള്ളത് ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കേസിൽ വളരെ വേദനാജനകമായൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴും ആരോഗ്യ കേന്ദ്രത്തിലാണ് ആ കുട്ടി കഴിഞ്ഞു വരുന്നത്. ഇതുവരെ ജാമ്യവും മറ്റും കിട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് തോന്നില്ലേ അയ്യോ ഇതെന്താ ചെയ്യേണ്ടതെന്ന്? അങ്ങനെയുള്ള ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളെ സ്വയമേവ എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനൊന്ന് നന്നാക്കിയ? അല്ല, പരമാവധി നമ്മൾ അത്തരത്തിലുള്ള കുട്ടികളെ കൗൺസിലിങ്ങിനും മറ്റും അയക്കാറുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങും, ചിലർക്ക് ചികിത്സ വേണ്ടിടത്ത് ചികിത്സയും, ചിലത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇടപെടൽ കൊണ്ട് തീരാം, ചിലത് അതിനപ്പുറം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഇടപെടലിലൂടേക്ക് പോകേണ്ടി വരും.
പലപ്പോഴും പല ഫാമിലിയിൽ നമ്മൾ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്കൊരു അബദ്ധധാരണ, സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക, കൗൺസിലിങ്ങിന് പോവുക എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഭ്രാന്തിനടിമപ്പെട്ടവരാണോ എന്നുള്ള, ഞങ്ങളുടെ മകളെ ഇങ്ങനെ വിചാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായി സമൂഹം ധരിക്കും എന്നുള്ളൊരു അബദ്ധധാരണയൊക്കെ സമൂഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് പലരും കൗൺസിലിങ്ങിന് കൊണ്ടുവരാതിരിക്കാവുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ സബ് ഡിവിഷൻ തലത്തിൽ എല്ലാ സ്ഥലത്തും കൗൺസിലിംഗ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ 7x24 കൗൺസിലിംഗ് ഉള്ളതാണ്, സൗകര്യങ്ങളാണ്. അപ്പോൾ ധാരാളം പേര് കൗൺസിലിങ്ങിനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. യൂത്തിനോട് കോമൺ ആയിട്ട്, യൂത്തിനോട് മാത്രമല്ല പാരൻസിനോടും ഇന്ന് പ്രായമായിട്ടുള്ളവരോടും കോമൺ ആയിട്ടൊരു ഒരു എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്ന എനിക്ക് എന്താണ് പറയുക? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ആ ലഹരിയെ ആസ്വദിച്ച് ജീവിക്കുക, അല്ലാതെ മറ്റു ലഹരിയിൽ അടിമപ്പെടാതെ ആ ലഹരിയിലേക്ക് പോകാനല്ല ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്തവർ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് വിശ്വസിക്കാനും അതിലേക്ക് തിരിഞ്ഞു പോകാനും, അഡ്വൈസ് ചെയ്യുമ്പോൾ അതിനെ ചെവി തിരിഞ്ഞ് നിൽക്കാതിരിക്കുന്നതിനും അത് സാഗോദം ശ്രദ്ധിക്കാനുള്ളൊരവസ്ഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് മൊത്തത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വലിയൊരു മാറ്റത്തെ ഉൾക്കൊണ്ട് പോകാൻ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പഴയ കാലത്തേക്കാണെങ്കിൽ കാരണവർ ആ വീട്ടിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം ഇല്ല, എല്ലാ കാര്യങ്ങളിലും ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു വ്യവസ്ഥയൊക്കെ വലിയ രീതിയിൽ മാറ്റം സമൂഹത്തിൽ വരുത്തി. അപ്പോൾ അതൊക്കെ നോക്കി പോവുകയാണെങ്കിൽ ഒരു ഇഷ്യൂസ് ഇല്ലാത്ത സമൂഹത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. താങ്ക്സ് എ ലോട്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.